ഇങ്ങോട്ട് നീങ്ങിക്കടാ. നീ എന്തിനാ വീട്ടിൽ തിരിച്ചു വന്നേ? ചേട്ടൻ ചോദിച്ചിട്ടില്ലേ, ഇവിടുന്ന് ഇറക്കി വിട്ടിട്ട് നീ എന്തിനാ വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വന്നത്? അളിയ ഒരു വാക്ക് പറഞ്ഞാ മതി, ഇപ്പൊ ഈ നിമിഷം ഇവള് കളരിക്കൽ വീട്ടിന്റെ പടിക്ക് പുറത്തായിരിക്കും. ഞാൻ എന്തിനും തയ്യാറായിട്ട് നിൽക്കുക. അതെ, ഞാൻ പറയുന്നൊന്ന് കേക്കോ? വേണ്ട സുമിത്രേ, ഇവൾക്ക് ഈ വീട്ടിൽ നിൽക്കാൻ അർഹതയില്ല. ഞാനതിന് സമ്മതിക്കില്ല. അച്ഛൻ വരുന്ന വഴി ഒന്നും കഴിച്ചില്ലേ? നല്ല ക്ഷീണുണ്ടല്ലോ മുഖത്ത്. അച്ഛൻ പറഞ്ഞതൊക്കെ എന്നെ ഉദ്ദേശിച്ച് തന്നെയാണോ? എന്നെ മോളെ, സോറി മോളെ. സോറിയോ? ഇതെന്താ ഏട്ടാ, ഇവളെ കണ്ടപ്പോ ചേട്ടന് മുട്ടുപറിച്ചോ? അങ്ങോട്ട് ചോദിക്കേട്ടാ, എന്നിട്ട് പിടിച്ച് ഇറക്കി വിട്. ഇറക്കി വിടണോ ഇവിടെ നിർത്തണോന്നൊക്കെ ഞാനല്ലേ തീരുമാനം എടുക്കണ്ടേ? നീ ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല. അമ്മാവൻ എന്തൊക്കെയാ പറയുന്നേ? ഇറക്കി വിടാൻ വന്ന അമ്മാവനല്ലേ, ഞങ്ങള് കൂടെ വന്നല്ലേ ഉള്ളൂ. സമ്മതിച്ചു. ഞാൻ ഇറക്കി വിടാൻ വന്നു, നിങ്ങളും കൂടെ വന്നു. ഇപ്പൊ ഞാൻ ഇറക്കി വിടുന്നില്ല, നിങ്ങൾക്ക് പോവാലോ. അളിയ ഒരുമാതിരി മനുഷ്യനെ കളിപ്പിക്കുന്ന പരിപാടി കാണിക്കരുത് കേട്ടോ. ഈ കളിപ്പീര് പറ്റുന്ന അവസ്ഥയിൽ എന്തിനാ ഉദയ നടക്കുന്നേ? എന്താ എന്താ ഇവിടെ? അച്ഛനെ പോന്നു. ഞാൻ വന്നിട്ട് കുറച്ചു നേരമേ ഉള്ളൂ. അമ്മയൊരു വിശേഷം പറഞ്ഞു. ഇങ്ങോട്ട് നീങ്ങിന്നടാ, ഇങ്ങോട്ട് നീങ്ങിക്കടാ. നന്നായി വരട്ടെ. ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. അതെ, എന്ത് കളി ഇവിടെ നടക്കുന്നത്? അല്ല, ഇപ്പൊ ഈ അനുഗ്രഹം കൊടുക്കാൻ വേണ്ടി എന്താ ഇപ്പൊ ഉണ്ടായത്? അമ്മേ, അമ്മയുടെ അടുത്ത് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ? എന്ത് കരട മോനെ? നിനക്ക് സന്തോഷിക്കാനുള്ള കാര്യമൊന്നുമല്ല നിർമ്മലേ. നവീൻ ഒരു അച്ഛനാകാൻ പോവുക. മോള് ഗർഭിണിയാ. അളിയ വിദേശത്ത് പോയിട്ട് വന്നെന്നും പറഞ്ഞ് ഒരുമാതിരി തലയ്ക്ക് വെളിവില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയല്ലേ. വെളിവില്ലാത്ത കാര്യങ്ങളോ? ഞാനല്ലേ മോളെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയത്. ഡോക്ടറല്ലേ ഇത് കൺഫേം ചെയ്ത് പറഞ്ഞത്. അപ്പോ ശരിക്കും ഗർഭമുണ്ടോ? ഇനിയിപ്പോ
ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നും പറഞ്ഞ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കോ. 3 പേർക്കും വേറെ പണിയൊന്നുമില്ലല്ലോ. കളരിക്കൽ കുടുംബത്തിന്റെ ശാപം ഒഴിഞ്ഞ് ഇവരൊരു കുഞ്ഞിന്റെ പിറകെ നടക്കാൻ പോവാ. ഇവിടം മുതൽ അങ്ങോട്ട് ഒരു ബുദ്ധിമുട്ടും ഈ അമ്മയ്ക്കോ കുഞ്ഞിനോ ഉണ്ടാവാൻ പാടില്ല. ഉണ്ടായാൽ അത് ബുദ്ധിമുട്ടാ. മനസ്സിലായോ 3 പേർക്കും? വയ്ക്കോ. മോളെ, അച്ഛൻ ബഹളം വെച്ചപ്പോ പേടിച്ചോ? ഇല്ല, അച്ഛൻ ബഹളം വെച്ചതിന്റെ കാരണം എനിക്കറിയാലോ. ഇതെന്തൊക്കെയാ പറയുന്നേ? മോള് പേടിച്ചോ? പക്ഷെ ഞാൻ ശരിക്കും പേടിച്ചു. എന്തു പറ്റി അമ്മേ? അല്ലടാ, ഗാതമോള് വീണ്ടും വന്നു എന്ന് പറഞ്ഞപ്പോ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് അച്ഛന് പേടി. ആണോ അച്ഛാ? ഇപ്പൊ അച്ഛൻ ഒരു പേടിയില്ലടാ. ഈ മോളെ അച്ഛന് വിശ്വാസ, ദേവിയെ വിശ്വസിക്കുന്ന പോലെ വിശ്വാസം. ഐശ്വര്യമുള്ള ഒരു കുഞ്ഞ് എന്നെ പറക്കട്ടെ. മോളെ കീർത്തി, വാതിൽ തുറന്നേ. മോളെ, മോളെ വാതിൽ തുറക്ക്. മോളെ, മോളെ, മോളെ കീർത്തി, മോളെ പറയുന്ന കേക്ക്. ഒന്ന് വാതിൽ തുറക്ക്. അമ്മയെ പറയുന്നേ, വാതിൽ തുറക്ക്. കീർത്തി, വാതിൽ തുറക്ക്. കീർത്തി, വാതിൽ തുറക്ക്. മോളെ, മോളെ ചത്തോന്നറിയാനാണോ ഈ വെപ്രാളം? മോളെ, അമ്മയ്ക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ?